രാത്രി നിശബ്ദമായിരുന്നു. ഒരു പിതാവിൻ്റെ ഹൃദയത്തിൽ മാത്രം കൊടുങ്കാറ്റടിച്ചു വീശിക്കൊണ്ടിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്വപ്നത്തിൽ വീണ്ടും വീണ്ടും ഒരേ കാഴ്ച കണ്ടു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിന് വേണ്ടി ബലി ചെയ്യുന്നത്. അത് ഒരു സാധാരണ സ്വപ്നമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഒരു പിതാവിന് അതിനെങ്ങനെ സഹിക്കാനാകും? അദ്ദേഹം തൻ്റെ മകനായ ഇസ്മായിൽ നബിയുടെ അടുത്തേക്ക് നടന്നു. മുഖത്തൊരു വേദനയുണ്ടായിരുന്നു, വാക്കുകളിൽ വിറയലും. മോനെ, ഞാനൊരു സ്വപ്നം കണ്ടു. അള്ളാഹുവിനു വേണ്ടി നിന്നെ ബലി ചെയ്യണമെന്ന്. ഒരു നിമിഷം ലോകം നിശ്ചലമായി. എന്നാൽ ആ ചെറുപ്പക്കാരൻ്റെ മറുപടി ചരിത്രത്തെ പോലും കരയിപ്പിക്കുന്നതായിരുന്നു. ഉപ്പ, അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്യൂ. ഇൻഷാ അല്ലാ, ഞാൻ നിങ്ങളെ ക്ഷമയുള്ളവരിൽ കാണും. അവിടെ ഒരു പിതാവിൻ്റെ സ്നേഹവും ഒരു മകൻ്റെ വിശ്വാസവും ഒരേ സമയം പരീക്ഷിക്കപ്പെട്ടു. മിനിയുടെ മണൽ പരപ്പിലൂടെ അവർ നടന്നു. ഓരോ ചുവടും ഇബ്രാഹിം നബിയുടെ ഹൃദയം തകർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നോട്ടില്ല. കാരണം സ്നേഹത്തേക്കാൾ വലിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. മകനെ കിടത്തി ആകാശം പോലും നിശബ്ദമായി. കത്തി താഴേക്ക് നീങ്ങിയ ആ നിമിഷം അള്ളാഹുവിൻ്റെ കരുണ ഭൂമിയിലേക്ക് ഇറങ്ങി. ഇസ്മായിൽ നബി സുരക്ഷിതനായി. പകരം സ്വർഗത്തിൽ നിന്നുള്ള ഒരു ആടിനെ ബലി നൽകാൻ പടച്ചവൻ്റെ കൽപ്പന വന്നു. അന്ന് ലോകം മനസ്സിലാക്കി, ബലിപെരുന്നാൾ അള്ളാഹുവിനു വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ടതും വിട്ടുകൊടുക്കാനുള്ള വിശ്വാസത്തിൻ്റെ കഥയാണ്. ഇന്നും ബലിപെരുന്നാൾ വരുമ്പോൾ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ ഓർക്കുന്നത് ഒരു ബലികർമ്മത്തിൻ്റെ കഥ മാത്രമല്ല, ഒരു പിതാവിൻ്റെ കണ്ണീരും ഒരു മകൻ്റെ സമർപ്പണവുമാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ.